മലയാളി ഒട്ടേറെ സിനിമകളിൽ കണ്ടു പരിചയിച്ച നിരവധി കാഴ്ചകളുടെ യഥാർത്ഥ വിലാസമാണ് തൊടുപുഴ. പതിറ്റാണ്ടുകളായി സിനിമകളിലെ പ്രിയ ലൊക്കേഷനായി തുടരുന്ന ഈ പ്രദേശത്തെ സിനിമാ ടൂറിസത്തിന്റെ പ്രധാന കേന്ദ്രമാക്കി മാറ്റാനുള്ള നീക്കങ്ങളാണ് ചർച്ചയാകുന്നത്. സിനിമയും ടൂറിസവും കൈകോർക്കുമ്പോൾ തൊടുപുഴയ്ക്കായി തുറക്കുന്നത് പുതിയ സാധ്യതകളുടെ വാതിലാണ്. മലയാള സിനിമയുടെ ഭാഗ്യ ലൊക്കേഷനായി തൊടുപുഴ മാറിയിട്ട് അധിക വർഷങ്ങളായിട്ടില്ല. ഒരു വർഷം ശരാശരി 50ഓളം സിനിമകൾ ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നു എന്നാണ് കണക്ക്. മലങ്കര ഡാം, മുട്ടം, തുമ്മൻകുത്ത്, ഇലവീഴ, പൂഞ്ചിറ, കുടയത്തൂർ, അറക്കുളം തുടങ്ങിയ പ്രദേശങ്ങൾ മലയാള സിനിമയുടെ സുപരിചിത പശ്ചാത്തലങ്ങളാണ്. ഇതിന്റെ ടൂറിസം സാധ്യതയെ പ്രയോജനപ്പെടുത്താൻ ലക്ഷ്യമിടുന്നതാണ് പുതിയ പദ്ധതി. കഴിഞ്ഞ ഇത്തരം കാലഘട്ടത്തിൽ 600-ൽ അധികം സിനിമകൾ തൊടുപുഴയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു ഫിലിം സിറ്റിക്ക് വേണ്ടി നമ്മൾ തൊടുപുഴയും ഒരു പ്രോസ്പെക്റ്റീവ് സ്ഥലമായിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യും. അതിൻ്റെ ആ ഒരു ഫിലിം സിറ്റി എന്നൊരു ആശയം തൊടുപുഴയിൽ നടപ്പിലാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തും. പ്രശസ്തമായ ലൊക്കേഷനുകളെ ബന്ധിപ്പിച്ച് പ്രത്യേക ടൂറിസം സർക്യൂട്ടുകൾ, ഷൂട്ടിംഗ് ലൊക്കേഷൻ മാപ്പുകൾ, സിനിമാ സ്മാരകങ്ങൾ ഇവയൊക്കെയാണ് പരിഗണനയിലുള്ളത്. കൂടുതൽ നിർമ്മാതാക്കളെ ആകർഷിക്കാൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രൊഡക്ഷൻ സ്റ്റുഡിയോയും പരിഗണനയിലുണ്ട്. സിനിമാ മേഖലയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള സ്റ്റുഡിയോ കാര്യങ്ങൾ, അതേപോലെ അവരുടെ എഡിറ്റിംഗ് ജോലികൾ, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ സംവിധാനം. അപ്പോൾ ബഹുമാനപ്പെട്ട MLA പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നമുക്കൊരു ഗവൺമെന്റ് സഹായത്തോടു കൂടി ചിത്രാഞ്ജലി, KSFDC അവരുടെയൊക്കെ ഒരു സഹകരണത്തോടു കൂടിയിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ളൊരു സംവിധാനം ഇവിടെ വരികയാണെങ്കിൽ വളരെയധികം ഗുണം ചെയ്യും. സിനിമ ടൂറിസം വകുപ്പുകളെ സംയോജിപ്പിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി യാഥാർത്ഥ്യമായാൽ മേഖലയിൽ സമഗ്രമായ സാമ്പത്തിക സാംസ്കാരിക ഉണർവുണ്ടാകും. മലയാള സിനിമയുടെ ചരിത്രവും വർത്തമാനവും ഒരേപോലെ പ്രവർത്തിക്കുന്ന മണ്ണാണ് തൊടുപുഴയുടേത്. നവീനമായ പദ്ധതികൾ കൊണ്ട് അതിന്റെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നത് അനിവാര്യവുമാണ്. ഷെറിൻ മോഹനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, ഇടുക്കി.